നമസ്കാരം. കേരളം വിധി എഴുതുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിലുള്ളത്. ഇടുക്കി ജില്ലയിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രധാന നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ ഈ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ 22% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്ന കാഴ്ചയും കാണുവാൻ കഴിയുന്നു. എന്തായാലും വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതി ഓരോ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായി തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ആദ്യം നമുക്ക് ദേവികുളം മേഖലയിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ദേവികുളം നിയോജക മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 215 പോളിംഗ് ബൂത്തുകളാണ് ദേവികുളം മണ്ഡലത്തിലാകെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നുവെങ്കിലും പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് സുഗമമായി മുൻപോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും വിശദാംശങ്ങളുമായി അഖിൽ ചേർന്നു. അഖിൽ, ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ദേവികുളം മണ്ഡലത്തിലെ പോളിംഗ് ശതമാനങ്ങൾ വ്യക്തമാണോ? ഒപ്പം തന്നെ വോട്ടിംഗ് ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്? നിതിൻ, ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. 215 പോളിംഗ് ബൂത്തുകളാണ് ദേവികുളം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 3 പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെയും ഈ പോളിംഗിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തോട്ടം, ആദിവാസി, കാർഷിക മേഖലകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗിന്റെ ആദ്യ ഘട്ടത്തിൽ ചില പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളിൽ ചെറിയ തകരാറുണ്ടായിരുന്നു. മറയൂർ, അതുപോലെ മൂന്നാർ, കല്ലാർ ഈ ഭാഗങ്ങളിലൊക്കെയും ചെറിയ തകരാറുണ്ടായിരുന്നു. അത് പരിഹരിച്ച് ഇപ്പോൾ അവിടെയെല്ലാം സുഗമമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ദേവികുളം മണ്ഡലം നമുക്കറിയാം, ആദിവാസി, തോട്ടം, കാർഷിക മേഖലയിൽ ചേരുന്ന ഒരു മണ്ഡലമാണ് ദേവികുളം മണ്ഡലം. ഒരു ത്രികോണ പോരാട്ടം പ്രവചിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ദേവികുളം മണ്ഡലം. അഡ്വക്കേറ്റ് എ രാജയാണ് ദേവികുളം മണ്ഡലത്തിൽ LDF വേണ്ടി ഇത്തവണ മത്സരരംഗത്തുള്ളത്. സിറ്റിംഗ് MLA കൂടിയാണ് അഡ്വക്കേറ്റ് എ രാജ. UDF എഫ് രാജയെ കളത്തിലിറക്കിയാണ്, പുതുമുഖ സ്ഥാനാർത്ഥിയായി എഫ് രാജയെ കളത്തിലിറക്കിയാണ് ഇത്തവണ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. NDAക്ക് വേണ്ടി S രാജേന്ദ്രനും ദേവികുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നു. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ത്രികോണ പോരാട്ടമാണ് ഈ ദേവികുളം മണ്ഡലത്തിൽ നടക്കുന്നത്. വന്യജീവി വിഷയം, അതുപോലെ ഭൂവിഷയങ്ങൾ, അടിസ്ഥാന വികസനത്തിലെ കുറവ്, ഇത്തരം കാര്യങ്ങളൊക്കെ LDFും UDFും NDAയും ഉയർത്തിക്കാട്ടുമ്പോൾ സർക്കാരിന്റെയും അതുപോലെ MLA അടക്കം വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് LDF എന്ന പ്രതിരോധം തീർക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചക്കാലത്തോളം തീപാർന്ന ഒരു പ്രചാരണ ചൂടിന് ശേഷം അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ആളുകൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തോട്ടം മേഖലയും കാർഷിക മേഖലയും ആദിവാസി മേഖലയും ചേർന്ന ഒരു മണ്ഡലമാണ്. രാവിലെ വോട്ടർമാർ എത്തിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ പോളിംഗ് കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രചാരണമായിരുന്നു, നാടിളക്കിയുള്ള ഒരു ശക്തമായ പ്രചാരണമായിരുന്നു മുന്നണികൾ 3ഉം ദേവികുളം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ എഫ് രാജ രാവിലെ തന്നെ പള്ളിവാസൽ ഫാക്ടറി LP സ്കൂളിലെ 151 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. അതുപോലെ എ രാജയുടെ വോട്ട് കുണ്ടള പുതുക്കടിയിലാണ്, അവിടെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. S രാജേന്ദ്രന്റെ വോട്ട് മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ്, അവിടെയും S രാജേന്ദ്രനും വോട്ട് രേഖപ്പെടുത്തും. ഇത് പോളിംഗിന്റെ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ ഈ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് നിതിൻ.